ആ സ്കൂളിലെ പ്രിയപ്പെട്ട തങ്ങളുടെ അധ്യാപകരെ ഓർമ്മിക്കുകയാണ്. വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അവിടുത്തെ അധ്യാപകരും കുഞ്ഞുങ്ങളും. ഇനിയിപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാങ്ങ് സ്കൂളിലെ സ്റ്റാഫ് റൂം അക്ഷരാർത്ഥത്തിൽ അനാഥമായി എന്ന് പറയാം. ഈ കുട്ടികൾക്കൊപ്പം ടീച്ചർ അടക്കം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ കുട്ടികളുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. എങ്ങനെയാണ് അത് ഓർക്കുന്നത്? എല്ലാവരും പോയി, ഞങ്ങൾ 3 പേരോളം. എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ച് പോവേണ്ടതാണ്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ മിഞ്ഞാന്ന് വരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മിഞ്ഞാന്നാണ് ഒരു വേറെ ഗ്രൂപ്പ് പോണവർ മാത്രമേ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. പിന്നെ സ്റ്റാഫ് ഗ്രൂപ്പിൽ അങ്ങനെ 3:50 ഫോട്ടോ വിട്ടിട്ടുണ്ട്. ഒരവിടെ എത്തിയ ഫോട്ടോ, അവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നത്. യാത്ര എല്ലാവരും കൂടി പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. എല്ലാവരും ഒന്നിച്ച് പോണ യാത്ര തന്നെയാണ്. ഒരുപോലെ കണ്ടിരുന്നത് എല്ലാവരും. നല്ല ബന്ധമായിരുന്നു. പോകണം തീരുമാനിച്ചിരുന്നു. PTA ടീച്ചേഴ്സും കൂടി പോകണം തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ സ്കൂൾ വാർഷികം കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി യാത്ര പോകണം എന്നിട്ട്. ആശ ടീച്ചർ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അപ്പോൾ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അനുകൂലിച്ച് പോവാറിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിരുന്നു. ആശ ടീച്ചർ ഞങ്ങൾക്ക് എല്ലാതുമാണ്. ആ സ്കൂളിൻ്റെ ടീച്ചർ മാത്രമല്ല, ഞങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് വീട്ടിൽ താമസിക്കുന്നവരാണ്. ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ടീച്ചർമാരും ഞങ്ങളും. അത്ര അടുപ്പാണ്. എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഓടിച്ചെല്ലുന്നുണ്ട് സ്കൂളിലേക്ക്. മജീദ് മാഷാണെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ഒരാളായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അല്ലേ? അതെ, കുട്ടികൾക്ക് നല്ല പ്രിയപ്പെട്ട ഒരാളായിരുന്നു. മാഷ് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് കുട്ടികൾ ഓടിച്ചെല്ലും. മാഷ് സ്കൂളിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ. അതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കുട്ടികൾ ഓടിച്ചെല്ലും. ആരും പറഞ്ഞു കൊടുക്കേണ്ട കുട്ടികൾക്ക് അവരെന്നെ പോയി കൈ പിടിച്ച് കൊടുന്നൊക്കെ സ്റ്റാഫ് റൂമിൽ ഇരുത്തി കൊടുക്കും. കുട്ടികൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുണ്ടെന്ന് പറയുന്നു. അതെ, ശരി തന്നെയാണ്. അത്രയും പ്രിയപ്പെട്ടൊരു മാഷ് തന്നെയായിരുന്നു. അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. അബ്ദുൾ മജീദ് മാഷാണെങ്കിലും ആശ ടീച്ചറാണെങ്കിലും എല്ലാവർക്കും സങ്കടത്തോടു കൂടി അല്ലാതെ അവരെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു. ഒരു കുഞ്ഞു ഗ്രാമമാണ്, ചെറിയൊരു സ്കൂളാണ്. ആ സ്കൂളിൽ വലിയ സംവിധാനങ്ങളൊന്നുമില്ല. ഇപ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ പാർക്കിന് വേണ്ടുന്ന ചെറിയ കളി ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് വെച്ചതേ ഉള്ളൂ. അത് ഉദ്ഘാടനം പോലും ചെയ്തില്ല. അതിനു മുമ്പാണ് ഈ അപകടം സംഭവിച്ചത്. വിഷുവിന് മുമ്പ്, വിഷു കഴിഞ്ഞിട്ട് യാത്രയ്ക്ക് പോകാം, ഇലക്ഷനൊക്കെ കഴിഞ്ഞതല്ലേ, അതിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് സ്റ്റാഫ്. ഒറ്റ ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തത്. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരണം എന്നുള്ളതാണ്. അതിനിടയിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുമെന്ന് ആരും കരുതിയതേ ഇല്ല എന്നുള്ളതാണ്.